കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകന് നേരെ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. കട്ടിപ്പാറ വേണാടി സ്വദേശി മുഹമ്മദിനാണ് പരിക്കേറ്റത്. ഇയാളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എപ്പോഴായിരുന്നു ആക്രമണം? ഈ പരിക്കേറ്റ ആളുടെ നില ഗുരുതരമാണോ? പരിക്കേറ്റ ആളുടെ നില ഗുരുതരമല്ല. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ലഹരി വിരുദ്ധ സംഘത്തിലെ 3 ആളുകൾ ഇദ്ദേഹത്തെ കട്ടിപ്പാറ മസ്ജിദിന്റെ കോമ്പൗണ്ടിൽ വെച്ച് ആക്രമിച്ചത്. കഴിഞ്ഞ 26-ാം തീയതി ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകരിൽ ഒരാളായ പ്രമോദ് നാളുടെ വീട്ടിൽ വെച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംശയത്താൽ വീട്ടിലെത്തിയ ഒരു ആളെ കുറിച്ച് പോലീസിൽ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പ്രമോദ് പലതവണ ഫോണിൽ വിളിച്ച് ഇന്ന് മർദ്ദിച്ച ലഹരി വിരുദ്ധ പ്രവർത്തകനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. തുടർന്ന് 28-ാം തീയതി സംബന്ധിച്ച് ഈ ഭീഷണി സംബന്ധിച്ച് മുഹമ്മദ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി 8 മണിയോടെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ മുഹമ്മദിനെ ഈ സംഘം ആക്രമിച്ചത്. ലഹരി വിരുദ്ധ സംഘത്തിലെ ലിജേഷ് കെ എന്ന ആളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. എന്തായാലും ലഹരി വിരുദ്ധ സംഘം താമരശ്ശേരിയിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന നാട്ടുകാർക്കെതിരെ ഇത്തരത്തിൽ പരസ്യമായി ആക്രമിക്കുന്ന സ്ഥിതി കൂടി വരികയാണ്. പോലീസ് കൃത്യമായ രീതിയിൽ ഇതിനൊരു ഇടപെടുന്നില്ല എന്ന ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ ഇടപെടുന്നതിനെ തടയുക എന്ന ലക്ഷ്യം കൂടി ഈ അക്രമ സംഘത്തിനുണ്ട്, ലഹരി വിരുദ്ധ സംഘത്തിനുണ്ട് എന്ന ആക്ഷേപം നാട്ടുകാർ പറയുന്നു. പോലീസിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഈ രംഗത്ത് ഉണ്ടാവുന്നില്ല എന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട്. എന്തായാലും മുഹമ്മദിന്റെ പരിക്ക് ഗുരുതരമല്ല. ഇദ്ദേഹം താമരശ്ശേരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി രതീഷ്, ഇനി പരിക്കേറ്റ മുഹമ്മദിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇവൻ്റെ കൈക്ക് നല്ല വേദന ഉണ്ട്, പിന്നെ ഷോൾഡറിന് വേദന ഉണ്ട്. ഷർട്ടൊക്കെ കീറി, നല്ലൊരു ഷർട്ടായിരുന്നു, ഒക്കെ കീറിപ്പോയിട്ടുണ്ട്.